കേശൂട്ടന് ബിർണാണി കിട്ടുന്നുണ്ടോ ആവോ? കേശൂട്ടന് ഓർമ്മയില്ലേ ബിർണാണി വേണമെന്ന് ടീച്ചർ അമ്മയോട് പറഞ്ഞ ആ കേശൂട്ടൻ? അത് തന്നെ. എന്താണിപ്പോൾ അത് പറയാൻ കാരണം എന്നല്ലേ, ഇന്ന് അവിചാരിതമായിട്ട് ഒരു ടീച്ചറോട് ഞാൻ സംസാരിക്കാനിടയായി. അപ്പോൾ ടീച്ചർ പറയാണ്, ഈ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സൈറ്റ് ഉണ്ടല്ലോ, MDMS എന്നാണ് ആ സൈറ്റിനെ പറയുക. അപ്പോൾ ആ സൈറ്റിൽ ഇവർക്ക് എല്ലാ ദിവസവും അന്നന്നത്തെ മെനു എന്തായിരുന്നു, എത്ര ആൺകുട്ടികൾ ഭക്ഷണം കഴിച്ചു, എത്ര പെൺകുട്ടികൾ ഭക്ഷണം കഴിച്ചു, ഇതൊക്കെ ഏതൊക്കെ ക്ലാസ്സിലെ ആണെന്നാണ് കേട്ടോ, മെനു എന്തായിരുന്നു എന്നൊക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഈ അപ്ലോഡ് ചെയ്യണതിന് ഈ സൈറ്റ് അങ്ങ് പണി മുടക്കി. കൈറ്റിൻ്റെ സൈറ്റാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പണി മുടക്കിയതാണ്. ഒരാഴ്ചയായിട്ട് ഈ ടീച്ചർമാർ വളരെ ദുരിതത്തിലാണ്. കാരണം ഇവർക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഇത് വീണ്ടും പുനരാരംഭിക്കും, അതായത് പ്രവർത്തനമൊക്കെ കയറ്റു ശരിയാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് വരുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അപ്പോഴാണ് ഈ ടീച്ചർ പറയുകയാണേ, ഉച്ചഭക്ഷണ പദ്ധതിയൊക്കെ എങ്ങനെ നല്ല രീതിയിൽ പോകുന്നില്ല ടീച്ചറെ? ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് ഫണ്ട് ഇറങ്ങുന്നതും കൊണ്ട് ഉച്ചഭക്ഷണ പദ്ധതിയൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇതിൻ്റെ പേര് പറഞ്ഞ് സർക്കാർ ഭയങ്കര മേനി നടിക്കുകയാണ്. അല്ല, അതെന്തപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം? അത് നമ്മൾ ചിന്തിക്കേണ്ടേ. അതായത് ബിർണാണി കിട്ടും, അതാണ് ഞാൻ കേശൂട്ടനോട് ചോദിച്ചത്, ബിർണാണി നിനക്ക് കിട്ടുന്നുണ്ടോടാ മോനെ എന്ന്. അപ്പോൾ ബിർണാണി കിട്ടും, അവിയൽ കിട്ടും, തോരൻ കിട്ടും, പ്രാതലിന് വേണ്ടത് കിട്ടും. അങ്ങനെ ഉച്ചഭക്ഷണ പദ്ധതി എന്ന് പറഞ്ഞത് വൈവിധ്യങ്ങൾ കൊണ്ട ഒരു നില കലവറയാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതിൽ ഒഴിവാക്കുന്ന 2 കാര്യങ്ങളുണ്ട് കേട്ടോ. ആ 2 കാര്യങ്ങൾ രസവും അച്ചാറുമാണ്. അത് വളരെ നല്ലതാണ്, ഉത്തമ. കാരണം കുട്ടികൾക്ക് ഇപ്പോഴേ അതൊന്നും കൊടുക്കാൻ പാടില്ല. അത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, കലവറയാണ് ഇവിടെ. കലവറ എന്ന് പറഞ്ഞിട്ടുണ്ട്, സാമ്പാർ, തോരൻ, അവിയൽ, പച്ചടി, കിച്ചടി എന്ന് വേണ്ട എല്ലാം ഒരു വീട്ടിൽ നമ്മൾ എന്തൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കോ അതൊക്കെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലും കിട്ടും. ഇത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അങ്ങനെയാണ്. ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, നമ്മുടെ നിയമസഭയിൽ ഈ തട്ടും പുറത്തും മേശപ്പുറത്തും ഒക്കെ കയറിയിട്ട് കലാപരിപാടി നടത്തുന്ന ആ അണ്ണനില്ലേ, അത് തന്നെ ശിവൻകുട്ടി അണ്ണനും നമ്മുടെ ടീച്ചറമ്മ എന്നുള്ളൊരു പേര് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പരിപാടി കാണിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എന്തായാലും ടീച്ചറമ്മ ഇരിക്കട്ടെ, ടീച്ചറമ്മയ്ക്ക് ഇനി ഒരു വിഷമം എന്നെ കൊണ്ടുണ്ടാവണ്ട. ഇവർ തമ്മിൽ ഒക്കെ കരുതി എല്ലാവരും കൂടെ ഒരുമിച്ചാണല്ലോ നമ്മുടെ ഭരണ നേതൃത്വത്തെ മുഴുവൻ കൊണ്ടുവന്ന മുഖ്യതന്ത്രിയും കൂടെ തീരുമാനിച്ചുണ്ടാക്കിയ മെനു ഒക്കെയാണ്. അപ്പോൾ ടീച്ചറമ്മയ്ക്ക് ബിർണാണിയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ഒരു തള്ളി കയറ്റമായിരുന്നു. പിന്നെ ടീച്ചറമ്മേനെ മീഡിയ ഒന്നും നിലത്ത് നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതിന് ശേഷം ഈ പറയുന്ന പോലെ ഈ കാര്യങ്ങളുടെ ഫണ്ടിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ്റെ അടുത്തോ അല്ലെങ്കിൽ ടീച്ചറമ്മയുടെ അടുത്തോ ഇനി മുഖ്യതന്ത്രിയുടെ അടുത്തേക്കോ, അതായത് ഭരണകൂടത്തിൻ്റെ മുഖ്യതന്ത്രി, നമ്മുടെ ബഹുകുത്ത് മുഖ്യമന്ത്രി മൂപ്പരുടെ അടുത്തേക്കോ ചെല്ലരുത്. തരില്ല, 10 പൈസ തരില്ല. ഞാൻ പറഞ്ഞുതരാം ഇനി ഇവരെങ്ങനെയാണ് പൈസ കൊടുക്കുന്നത്, അതുകൂടി നമുക്ക് മനസ്സിലായാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങ് മുന്നോട്ട് പോവുകയുള്ളൂ. അതായത് LP വിഭാഗത്തിലുള്ള ഒരു കുട്ടിക്ക് ഒരു ദിവസത്തെ ഭക്ഷണത്തിന് ഇവർ കൊടുക്കുന്നത് 6 രൂപ 78 പൈസയാണ്. UP വിഭാഗത്തിൽ 10 രൂപ 17 പൈസയുമാണ്. അപ്പോൾ ഈ പൈസ പോലും പകുതി പൈസ കൊടുക്കുക. അതായത് ഒരു സ്കൂള് എയ്ഡഡ് ആവട്ടെ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളിലൊക്കെ ഉള്ള ഇത്രയും വിദ്യാർത്ഥികളുടെ ഭക്ഷണത്തിന് അവരെ വിളിച്ചിരുത്തി ഈ ഭക്ഷണമെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ടീച്ചർമാർ ഈ കണക്ക് സബ്മിറ്റ് ചെയ്യണം. ഈ നൂലൊക്കെ കെട്ടി കൊണ്ടേ കൊടുക്കണം, ബോധിപ്പിക്കണം, അങ്ങ് ഭരണകൂടത്തിന് ബോധിപ്പിച്ച് കഴിയുമ്പോഴേക്കും അവിടെ ഇരുന്ന് ഇങ്ങനെ പരിശോധിച്ചിട്ട് പറയും, എന്നാൽ പോട്ടെ ഇതിൻ്റെ പകുതി കൊടുത്താൽ മതി, അതങ്ങ് ചാട്ടാക്കി വിടും. തലവേദനയാണ് ഇത്. സമരവും കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന് പിന്നെ അത് പറഞ്ഞിട്ടായിരിക്കും ഇവിടെ പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ സമയത്ത് ഇതൊക്കെ തന്നെ. അപ്പോൾ പ്രതിപക്ഷത്തിന് പറയുന്ന കാര്യമില്ല, എന്തായാലും കൊടുക്കണ്ടേ എന്ന് ഓർത്തിട്ട് ഇവരങ്ങ് കൊടുക്കും. ടീച്ചറപ്പോൾ ഇന്ന് പറഞ്ഞ് വളരെ രസകരമായി തോന്നിയ ഒരു കാര്യം കൂടിയുണ്ട്, അത് പറയാം. ഈ ടീച്ചർമാരെ എങ്ങനെയാണ് ഇതിന് വേണ്ടുന്ന ഫണ്ട് ഒപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇവരിതിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമല്ലോ. നമ്മൾ പറയില്ലേ, കുടുംബത്തിലൊരു
അല്പം ചിലവ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പണമില്ല, നമ്മളത് അങ്ങോട്ട് ഒപ്പിച്ചങ്ങ് കൊണ്ടുപോകും. അങ്ങനെയാണല്ലോ ഈ പെടാപ്പാട് പെട്ട് ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഫണ്ട് അത്രത്തോളം ടീച്ചർമാരുടെ കയ്യിൽ അങ്ങോട്ട് വലിയാൻ തുടങ്ങുമ്പോൾ ടീച്ചർമാർ വിചാരിച്ച ഒരു പദ്ധതിയുണ്ട്. അതായത് പിറന്നാളുകാരനായിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ പിറന്നാളുകാരിയായിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടി ചോക്ലേറ്റ് ഒന്നും കൊണ്ടുവരണ്ട, മിഠായി ഒന്നും കൊണ്ടുവരണ്ട, പകരം അവരൊരു കിറ്റിൽ കുറച്ച് പച്ചക്കറി കൊണ്ടുവന്ന് കൊടുത്താൽ മതി സ്കൂളിലേക്ക്. നല്ല ആശയമാണ് ഇത്, വളരെ നല്ല ആശയമാണ്. എല്ലാ സ്കൂളുകളിലേക്കും ഇത്തരത്തിൽ പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളിലേക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു നല്ല ആശയമാണ്. അപ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് ഇവർ കൊണ്ടുവരുന്ന അന്നത്തെ എന്തെല്ലാം ആ കിറ്റിലുണ്ടോ ആ വിഭവങ്ങൾ ഉപയോഗിച്ച് ഈ നമ്മുടെ മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കും. മറ്റൊരു കാര്യം അതിലും രസകരമായിട്ടുള്ളതാണ്. അതായത് ഈ സ്പെഷ്യൽ ഡേ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല, നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു വാഴ ഉണ്ടാകും, ഒരു മൂട് കപ്പ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന ഇനിയിപ്പോൾ ഒരു വാഴക്കുല, ഏത്ത ആയിക്കോട്ടെ ഞാലി ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ഇത് കിട്ടുമ്പോൾ അതിൽ നിന്ന് ഒരു ഭാഗം അത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരും. ഇത് കുട്ടികൾ മാത്രമല്ല കേട്ടോ, ടീച്ചർമാരും കൊണ്ടുവരും. അപ്പോൾ ടീച്ചർമാരും കൊണ്ടുവന്ന് ഇത് കുട്ടികൾക്കൊക്കെ കൊടുത്ത് അവർക്കും മനസ്സും നിറയും. അതായത് ടീച്ചർമാർക്ക് മനസ്സും നിറയും, വയറും നിറയും. അവരുടെ കുട്ടികളല്ലേ, അവരെല്ലാ ദിവസവും കാണുന്ന മക്കളല്ലേ. അപ്പോൾ ഒന്നോമനകൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ആ ടീച്ചർമാരുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ആ സ്നേഹവും ഒരു നിറവും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊന്നും, ഈ പെടാപ്പാടൊന്നും നമ്മുടെ കാരണഭൂതന് അറിയില്ല. കാരണഭൂതനെ പറയുന്നത് എന്തിനാണെന്ന് എന്നോട് ചോദിക്കരുത്, ഞാൻ ഇടയും, സത്യമായിട്ട് ഞാൻ ഇടയും. കാരണം തലപ്പത്ത് ഒരു കുടുംബത്തിനൊരു നാഥനുണ്ടെങ്കിൽ ആ നാഥൻ ആ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയണം, വഴിവിട്ട് സഞ്ചരിക്കുന്നവരെ നേർവഴിയിൽ കൊണ്ടുവരണം. ഇത് വല്ലതും നടക്കുന്നുണ്ടോ അളിയ അല്ലെങ്കിൽ അളിയത്തി എന്നോട് ചോദിക്കരുത്, എനിക്കറിയാൻ മേല ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ചഭക്ഷണ പദ്ധതിയുടെ കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി വേറൊരു കാര്യമുണ്ട്, നല്ലവരായിട്ടുള്ള കർഷകരുണ്ട് അത്രേ ഈ ടീച്ചറിൻ്റെ വീടിൻ്റെ അടുത്ത്. അപ്പോൾ ഈ കർഷകരെന്തെങ്കിലും കുലകളോ എന്തെങ്കിലുമൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ട്, ഇനിയിപ്പോൾ ഒരു വാഴത്തണ്ടൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ അവരത് കൊണ്ടുവന്ന് ഈ സ്കൂളിലേക്ക് കൊടുക്കും. അപ്പോൾ അത് കുട്ടികൾക്ക് വീതം വെച്ച് കൊടുക്കും. വാഴക്കുലയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഓരോ പഴം വെച്ച് ഓരോ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾ അതിരുന്ന് കഴിക്കും. ഇതൊക്കെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് പോരാതെ വരും. അപ്പോൾ ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് ഫണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പ്രധാനാധ്യാപകരുടെ കയ്യിൽ നിന്ന് ഫണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില സ്കൂളുകാർ ചില കളികൾ ഈ കാരണഭൂതന സംഘവും ഇവർക്കിട്ട് പണിയുന്നതനുസരിച്ച് അങ്ങോട്ടും കൊടുക്കും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 50 കുട്ടികളായിരിക്കും ഈ ടീച്ചർമാരുടെ അടുക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക. ഇവർ കണക്ക് കൊടുക്കുമ്പോൾ 80 പേരുടെ കണക്കങ്ങ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു 100 പേരുടെ കണക്ക് കൊടുക്കും. കാര്യമൊന്നുമില്ല, ഈ 50 പേരുടെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ഇനിയിപ്പോൾ ഒരു 50,000 രൂപ കണക്കൂട്ടാൻ ഞാൻ പറയുന്നതാണ്, അതാണെന്നല്ല ഞാൻ പറഞ്ഞത്. 50,000 രൂപയിൽ ഇവർ ചിലപ്പോൾ കൊടുക്കുന്നത് ഒരുപക്ഷെ ഒരു 30,000 അല്ലെങ്കിൽ ഒരു 25,000 ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ 80 പിള്ളേരുടെ കണക്ക് അവിടെ ചെല്ലുമ്പോൾ 1 രൂപ കൂടുതൽ കിട്ടി കഴിഞ്ഞാൽ ആ ടീച്ചർമാരുടെ പോക്കറ്റിൽ നിന്ന് പോകുന്നതിലേക്ക് അത്ര ആയല്ലോ എന്നുള്ളതായിരിക്കും അവരുദ്ദേശിക്കുന്നത്. അല്ലെങ്കിലും ഇങ്ങനെയാണ്, ഒരു പണി കൊടുക്കുമ്പോൾ ഒരു മറുപണി അപ്പുറത്തുനിന്നുണ്ടാവും. ഞാൻ ടീച്ചർമാരുടെ ഈ ഒരു ആശയത്തോട് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ വേണം തിരിച്ചും കൊടുക്കാനായിട്ട്. അവരും പണിയെടുത്തുണ്ടാക്കുന്ന പൈസയാണ്. ഈ ഒരു ഉച്ചഭക്ഷണ പദ്ധതി കൊണ്ടുവന്നത് സർക്കാരാണ്. ഈ സർക്കാർ കൊടുക്കേണ്ട പൈസയാണ്. സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ശമ്പളം കിട്ടുന്നത് തുച്ഛമായിട്ട് ഈ പണത്തിൽ നിന്ന് കുട്ടികളുടെ കാര്യം നോക്കാനായിട്ട് ഇവർ പണവും കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേശൂട്ട നിനക്ക് ബിർനാണി കിട്ടുന്നുണ്ടോ എന്നുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കൈറ്റിൻ്റെ സൈറ്റ് പണി മുടക്കിയത് കൊണ്ട് എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോട് ഇതൊക്കെ ഒന്ന് പറയാമെന്ന്. എന്താണ് കാര്യമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ വളരെ വലിയ വാർത്തകളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ കാരണഭൂതനും ടീമും ഇവിടെ നടത്തുന്ന ഈ കുഞ്ഞു കുട്ടികളോട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു ചതികൾ എന്ന് പറഞ്ഞാലും വേണ്ടിയില്ല, ആ കാര്യങ്ങൾ കാണാതെ പോകരുത്. ഇവർ ഈ പുറമേനി നടിക്കുന്നുണ്ടല്ലോ, ഈ പുറമേനി നടിക്കുന്നത് ഈ ടീച്ചർമാരുടെ കടാക്ഷം കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,
ഇന്ത്യ ലൈവിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് നിങ്ങളെ ഏവരുടെയും സഹകരണം ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും ചാനൽ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.